ശബരിമലയിൽ യുവതീ പ്രവേശനം ആവശ്യപ്പെട്ട ആദ്യ ഹർജിക്കാർ വിശ്വാസികളല്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന. സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ട് ഏതെങ്കിലും അയ്യപ്പ വിശ്വാസി എത്തിയിട്ടുണ്ടോ എന്ന് ചോദ്യം. പല അജണ്ടകളുമായി ചിലർ പൊതുതാൽപര്യ ഹർജിയുമായി എത്തുന്നുണ്ടെന്ന് ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി വിശാല ഭരണഘടനാ ബെഞ്ചിൽ ഇന്നത്തെ വാദം പൂർത്തിയായി. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചിരിക്കുന്നത്. ഇതിനു മുൻപൊന്നും ഏതെങ്കിലും ഒരു ജഡ്ജി ഇത്തരത്തിലേക്കൊരു ചോദ്യം ഉന്നയിച്ചത് നമ്മൾ കേട്ടിട്ടില്ല. വിശ്വാസികളല്ലാത്തവർ പറയുന്നതൊക്കെ എന്തിനു പരിഗണിക്കണം എന്ന രീതിയിലാണോ ഇപ്പോൾ ജസ്റ്റിസ് നാഗരത്ന എന്താണ് പറഞ്ഞത്? അനുജ, ഈ ശബരിമല യുവതി പ്രവേശനത്തിലെ 7 സങ്കീർണമായ ചോദ്യങ്ങളിൽ ഒന്ന് തന്നെ ഈ വിശ്വാസത്തിന് പുറത്തുള്ളവർക്ക് പൊതുതാൽപര്യ ഹർജിയിലൂടെ ഇത് ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നു. എന്തായാലും ആ ഒരു വിഷയത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ വാദം എത്തിയ ഘട്ടത്തിലായിരുന്നു ജസ്റ്റിസ് BV നാഗരത്ന ഒരു സുപ്രധാന നിരീക്ഷണം നടത്തിയത്. അതായത് ഈ കേസിലെ ആദ്യ ഹർജിക്കാർ അവർ ശബരിമല വിശ്വാസികളാണോ എന്ന് ജസ്റ്റിസ് നാഗരത്ന കേന്ദ്രത്തോട് ചോദിച്ചു. അപ്പോൾ കേന്ദ്രം നൽകിയ മറുപടി ഇല്ല. അതായത് ഈ ആദ്യ ഹർജിക്കാരായിട്ടുള്ള യങ് ലോയേഴ്സ് അസോസിയേഷൻ വിശ്വാസികളല്ല എന്ന് മറുപടി നൽകി. ആ ഘട്ടത്തിലാണ് നാഗരത്ന തന്നെ ചോദിച്ചത്, ഈ സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് ഏതെങ്കിലും അയ്യപ്പ വിശ്വാസികൾ എത്തിയിട്ടുണ്ടോ? അതല്ല എങ്കിൽ എന്തുകൊണ്ട് ആ അവിശ്വാസികളുടെ ആവശ്യത്തെ കോടതികൾ അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്ന തരത്തിലൊരു നിരീക്ഷണം ജസ്റ്റിസ് നാഗരത്നയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ചില നിരീക്ഷണങ്ങൾ ഉണ്ടായി. അതായത് പല അജണ്ടകളുമായി ചിലർ പൊതുതാൽപര്യ ഹർജിയുമായി എത്തുന്നു എന്ന നിരീക്ഷണം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും കേസിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെ വാദം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ, അത് ഏതാണ്ട് പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിൽ നിന്ന് തന്നെ ആ ഒരു ചോദ്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നത്തേക്ക് വാദം പൂർത്തിയായിരിക്കുന്നു. നാളെ വീണ്ടും സീനിയോറിറ്റി, ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം പൂർത്തിയായി കഴിഞ്ഞാൽ മുതിർന്ന അഭിഭാഷകരുടെ സീനിയോറിറ്റി മുറയ്ക്കായിരിക്കും വാദങ്ങൾ തുടരുക. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വാദം നാളെയായിരിക്കും നടക്കുക ഈ വിഷയത്തിൽ. അതാണ് അപ്പോൾ നാളെ ഇനി വരാനിരിക്കുന്ന വാദമുഖങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വാദങ്ങൾ നാളെ നടക്കുമെന്നുള്ളതാണ്. നാളെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു പക്ഷേ ഒരു കോയിൻസിഡൻസ് എന്ന രീതിയിലാകാം. പക്ഷേ കേരളം പോളിംഗ് ബൂത്തിൽ എത്തുന്ന ദിവസം സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം ദേവസ്വം ബോർഡിന്റെയും വാദമുഖങ്ങൾ സുപ്രീം കോടതിയിലേക്ക് വീണ്ടും എത്താൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.